ഹായ്, എന്റെ പേര് അക്ഷര. എന്റെ പേര് ഫിദ. എന്റെ പേര് ശ്രേയ. ഞാൻ നന്ദന. നൈഷാന. ശ്രീ ഷൺമുഖ കോളേജിലെ ഫസ്റ്റ് ഇയർ റേഡിയോഗ്രാഫി സ്റ്റുഡന്റ് ആണ്. BSc OTT ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽസ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് പോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും കോളേജിന്റെ തന്നെ ഓൺ ഹോസ്പിറ്റലുമായിട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 30ഓളം ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് പോയി അവിടുത്തെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. ലാസ്റ്റ് ഇയർ കോളേജിൽ നിന്ന് തന്നെ നമുക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫാക്കൽറ്റീസ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, ഫ്രണ്ട്ലി ആണ്, വളരെയധികം സപ്പോർട്ടാണ്. ക്ലാസ്സസ് ഒക്കെ ആയാലും അവര് ഫാക്കൽറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കും. നോട്ട്സ് ഒന്നും സ്വന്തമായിട്ട് റെഫർ ചെയ്ത് എഴുതിയെടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം ടീച്ചേഴ്സ് തന്നെ നമുക്ക് ഓരോ ടോപ്പിക്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കൊക്കെ സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്ക് അവർക്ക് മെയിൻ പ്രോബ്ലം ലാംഗ്വേജിന്റെ പ്രോബ്ലം ആണ്. അതൊന്നും നമുക്ക് ഇവിടെ വന്നിട്ടില്ല. ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏത് സമയം വേണമെങ്കിലും ചോദിക്കാം. ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോസ്റ്റലാണ്. ഫുഡ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും അഡ്ജസ്റ്റബിൾ ആണ്. മെയിൻ ആയിട്ടും ഇവിടെ പാരന്റ്സിനൊക്കെ ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാ സേഫ്റ്റി ഉണ്ടാവോ അങ്ങനെയൊക്കെ. അത് പുറത്ത് പഠിക്കാൻ വിടുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ഒന്നും ഈ കോളേജിൽ പേടിക്കേണ്ട കാര്യമില്ല. സേഫ് ആയിരിക്കും. സേഫ്റ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അതിന്റെ കാര്യത്തിൽ വെച്ചിട്ട് സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം എന്ന് കഴിഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാലും മാനേജ്മെന്റ് സൈഡിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. അത് സ്റ്റുഡൻസ് കണ്ടക്ട് ചെയ്യണം. സ്റ്റുഡൻസ് തന്നെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടതാണ്. ശ്രീ ഷൺമുഖ കോളേജ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും.